സദ്ഗുരുഭ്യോ നമഃ. നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ 14 മുതലുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. ശ്ലോകം ഇങ്ങനെയാണ്: കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. കാമേശ്വരൻ്റെ പ്രേമരത്നമണിക്ക് പ്രതിപണമായി സ്തനത്തെ നൽകിയവൾ എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുമ്പോൾ. അതെന്താണെന്ന് വിശദീകരിക്കാം. കാമേശ്വരൻ ശിവനാണ്. കാമേശ്വര പ്രേമരത്നമണി, കാമേശ്വരൻ്റെ പ്രേമത്തെ ഒരു രത്നമണിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് കാമേശ്വരൻ്റെ പ്രേമം. അപ്പം നമ്മൾ പ്രേമം എന്ന് പറയുമ്പം നമ്മുടെ സാധാരണ ലൗകികമായി നമ്മൾ ഈ കാണുന്ന പ്രേമം അത് മാത്രമായിട്ട് പരിഗണിക്കരുത്. നമ്മൾ ഉള്ളൂരിൻ്റെ കവിതയിൽ കേട്ടിട്ടില്ലേ, ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്ന് പറയുന്നില്ലേ. അതായത് ഈ സർവ്വചരാചരങ്ങളെയും നിലനിർത്തുന്ന എല്ലാ ജീവജാലങ്ങളെയും ഈ ഒരു ചരടിലെ കോർത്തിണക്കിയെ പോലെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വികാരമാണ് പ്രേമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രേമം, കാമേശ്വരൻ്റെ പ്രേമം. കാമേശ്വരൻ എന്ന് പറയുമ്പം നമ്മൾ കാമം എന്നുള്ള വാക്ക് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാമേശ്വരൻ, കാമേശ്വരി, കാമേശി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയും ലളിതാ സഹസ്രനാമത്തിലൊക്കെ ആയിട്ട്. അപ്പം കാമം എന്ന് പറയുമ്പം ജീവജാലങ്ങളുടെ ആഗ്രഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാമത്തെ സാധിച്ചു കൊടുക്കുന്നവൾ, ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുന്നവൾ, അതാണ് കാമേശ്വരൻ, കാമേശ്വരി. അപ്പം കാമേശ്വരൻ ശിവൻ, കാമേശ്വരി ദേവിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാമേശ്വരൻ കൊടുക്കുന്ന പ്രേമത്തിന്, പ്രേമം രത്നമണിയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി, പ്രതിപണമായിട്ട്. പ്രതിപണം എന്ന് പറയുമ്പം നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന, എന്നുവെച്ചാൽ പണം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പ്രതിപണമായിട്ട് സ്വീകരിക്കുന്നില്ലേ. നമ്മൾ ഒരു വസ്തു കൊടുക്കുന്ന സമയത്ത് പ്രതിപണമായിട്ട്, പ്രതിഫലം എന്നുള്ള രീതിയിലും പരിഗണിക്കാം. പ്രതിപണമായിട്ട് സ്തനത്തെ നൽകുന്നവൾ. അപ്പോൾ നമ്മൾ സാധാരണ ലൗകികമായ ചിന്തകൾ മാത്രം അതിലെടുക്കരുത്. ഗൂഢമായ അർത്ഥം അതിനുണ്ട്. സ്തനം എന്ന് പറയുമ്പം ദേവിയുടെ, ലളിതാദേവിയുടെ സ്തനം എന്ന് പറയുമ്പം അത് ജീവജാലങ്ങളുടെ ചിന്ത, അതുപോലെ വാക്ക്, പ്രവൃത്തി എന്നിവയ്ക്കെല്ലാം ഊർജമായി മാറുന്ന ഒന്നാണ്. സകല ചരാചരങ്ങളെയും പോഷിപ്പിക്കുന്ന, പരിപോഷണം നൽകുന്ന ശക്തിയാണ് ദേവി എന്ന് പറയുന്നത്. ആ ദേവിയുടെ സ്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന സ്തനങ്ങളല്ല. അത് പരാശക്തി നൽകുന്ന ഊർജമായിട്ട് വേണം പരിഗണിക്കാൻ. ആ പോഷണത്തെയാണ് ആ സ്തനങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ആ സ്തനമാണ് ദേവന് നൽകുന്നത് എന്നാണ്. അതായത് പ്രേമം എന്നുള്ള രത്നം കൊടുക്കുന്ന സമയത്ത് ദേവി പാതിവൃത്യവും അതുപോലെ തന്നെ ദേവിയുടെ സ്തനങ്ങളും കാമേശ്വരന് സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നാമത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. ഇനി കുറച്ചുകൂടെ താഴേക്ക് പോവാം. നാഭ്യാലവാലരോമാളി ലതാ ഫല കുജദ്വയി. അപ്പം നാഭിയിലേക്ക് ഇറങ്ങാൻ പോവുക. അപ്പം സ്ഥാനങ്ങൾ കഴിഞ്ഞു, ഇനി നാഭി ഭാഗത്തേക്കാണ്. നമ്മൾ ദേവിയുടെ കേശാധിപാത പറഞ്ഞല്ലേ ചെയ്യുന്നത്. നാഭി ആലവാല രോമാളി ലതാ ഫല കുജദ്വയി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം അതിനെ. നാഭി പൊക്കിൾ ചുഴി ഉണ്ടല്ലോ, ആലവാലം ചുഴി അല്ലെങ്കിൽ തടം. അപ്പം നാഭിച്ചുഴിയാണ് നമ്മളവിടെ പറയുന്നത്. നാഭി പൊക്കിൾ ചുഴീനെയാണ്. നാഭ്യാലവാല രോമാളി. അപ്പം നാഭിയിൽ നിന്ന് ഉയർന്നു വരുന്ന ആ രോമാളി എന്ന് പറയുമ്പോൾ രോമങ്ങളുടെ കൂട്ടമാണ്. നാഭ്യാലവാല രോമാളി. അപ്പം നാഭിയിൽ നിന്ന് ഒരു രോമത്തിൻ്റെ കൂട്ടം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു ലത, ഒരു വള്ളി ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ലതാ ഫലം, അതിൽ 2 ഫലങ്ങളുണ്ട്, 2 പഴങ്ങൾ. അതാണ് കുജദ്വയി. കുജം എന്ന് പറയുമ്പോൾ സ്തനങ്ങൾ. അപ്പം 2 സ്തനങ്ങൾ, ദ്വയി എന്ന് പറയുമ്പം സ്തനങ്ങൾ. അതായത് എത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ച് വെച്ചിരിക്കുന്നു നോക്കൂ ദേവിയുടെ പൊക്കിൾ ചുഴിയെ. ആ പൊക്കിൾ ചുഴിയിൽ നിന്ന് ഒരു രോമലത വരുന്നുണ്ട്. അതിൽ 2 ഫലങ്ങൾ നിൽക്കുന്നത് പോലെയാണ് ദേവിയുടെ സ്തനങ്ങൾ. സകല ജീവജാലങ്ങൾക്കും പരിപോഷണം നൽകുന്ന സ്തനങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു നാമത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. നാഭ്യാലവാല രോമാളി ലതാ ഫല കുജദ്വി. ചില ആൾക്കാർ ലതാഫലം എന്ന് പറയും. ഫ എന്നല്ല, ലതാഫലം, ലതാഫല കുജദ്വയി. ഫ എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ സാധാരണയായിട്ട് പറയാറില്ല. ഫ എന്നുള്ളതല്ല, ഭ എന്നുള്ളതാണ് ഉച്ചാരണം വരുന്നത്. അപ്പം നാഭിയിൽ നിന്നും വരുന്ന ആ വള്ളിയിൽ, രോമലതയിൽ 2 ഫലങ്ങളുണ്ട്.
എന്നുള്ളതാണ്. അതാണ് കുജദ്വയി, ഈ രണ്ട് സ്ഥാനങ്ങളെ കാണുന്നത്. ഇനി അടുത്ത നാമത്തിലേക്ക് കിടക്കാം. ലക്ഷ്യ രോമലതാധാരദാസമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയാം. അപ്പം ഈ നാമവും ഒരുപാട് വ്യാഖ്യാനിച്ച് വഷളാക്കി വെച്ചിരിക്കുന്ന നാമങ്ങളാണ്. അതിൽ ആദ്യത്തേത് ലക്ഷ്യ രോമ ലതാധാരത സമുന്നേയ മധ്യമ. അതെന്താണെന്ന് പറയാം. ലക്ഷ്യമായിരിക്കുന്നത്, കാണപ്പെടുന്നത്, രോമ ലതാ ആധാരത, അതായത് ഈ നാഭിയിൽ നിന്ന് രോമത്തിൻ്റെ ലത വരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ലത ആധാരത, ആ ലതയ്ക്ക് ആധാരമായുള്ള സമുന്നേയമായ, ഊഹിക്കാൻ കഴിയുന്ന ഒരു മധ്യമ ഭാഗമുണ്ട് എന്നുള്ളതാണ്. അപ്പം ദേവിയുടെ അരക്കെട്ട് നമുക്ക് വ്യക്തമായി കാണുന്നില്ല. ആ അരക്കെട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ലത നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ രോമലത കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായ സമുന്നയപ്പെടാൻ, ഊഹിക്കാൻ കഴിയുന്ന മധ്യഭാഗം ദേവിക്കുണ്ട് എന്നുള്ളതാണ്. ലക്ഷ്യ രോമ ലതാധാരത സമുന്നേയ മധ്യമ. ദേവിയുടെ മധ്യഭാഗത്തെ നമുക്ക് ആ രോമലത കണ്ടാൽ തന്നെ ഊഹിച്ചെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത്ര ഭംഗിയായിട്ടാണ് ദേവിയുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ മുകളിൽ ഈ ഭാഗം, വയറിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയ. അപ്പം ഇതും വളരെ ഭംഗിയുള്ളൊരു നാമമാണ്. സ്തനഭാരദളൻ, സ്തനങ്ങളുടെ ഭാരം കൊണ്ട്, ദളൻ ഒടിഞ്ഞു പോകുമെന്ന് തോന്നിപ്പിക്കുന്ന സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയ. അപ്പം മധ്യഭാഗത്ത് വലിത്രയങ്ങളുണ്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ദേവിയുടെ അരയിൽ ഇങ്ങനെ 3 കെട്ടുകൾ പോലെ ആ വയറിൻ്റെ ചുളിവുകളെ, ആ മടക്കുകളെ കാണാൻ സാധിക്കും. അതാണ് വലിത്രയങ്ങൾ. അപ്പം അത് ഈ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞു വീണേക്കാവുന്ന ആ ഒരു മധ്യഭാഗത്തെ ഉറപ്പിച്ച് നിർത്തുന്ന ചരടുകളായിട്ടാണ്, സ്വർണ്ണ ചരടുകളായിട്ടാണ് ആ 3 വലിത്രയങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് 3 വലികൾ ഇങ്ങനെ കാണില്ലേ, വലിത്രയം കാണില്ലേ, അത് സ്തനങ്ങൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ, എന്ന് വെച്ചാൽ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ദേവിയുടെ മധ്യഭാഗം ഒടിഞ്ഞു പോകാതിരിക്കാൻ ചാർത്തിയിരിക്കുന്ന പട്ടബന്ധങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പട്ടബന്ധം എന്ന് പറയുമ്പം നമ്മൾ അയ്യപ്പൻ്റെ ആസനം നോക്കുക. അയ്യപ്പൻ ഇരിക്കുന്ന ആസനം നോക്കുന്ന സമയത്ത് അതിൽ പട്ടബന്ധാസനം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഇരിക്കുമ്പോൾ ആ കാലുകൾ അകന്നു പോകാതിരിക്കുന്ന പട്ടബന്ധം ചുറ്റാറുണ്ട്. അപ്പം അതുപോലെ ഇവിടെ 3 വലികളെ ചുറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര ഭംഗിയായിട്ട് ആ ദേവിയുടെ അരക്കെട്ടിൻ്റെ ഭാഗം വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയ. ഇനി അടുത്ത നാമത്തിലേക്ക്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസുത്കടീതടി രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിതാം. അപ്പം കുറച്ചുകൂടെ താഴേക്ക് വരിക. ഇനി വസ്ത്രങ്ങളിലേക്ക് വരികയാണ്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസുത്കടീതടി. അരുണാരുണ എന്ന് വെച്ചാൽ ഏറ്റവും ചുവപ്പാർന്നത്. 2 അരുണ കൂടിച്ചേർത്തിട്ട് ഏറ്റവും വിശിഷ്ടമായ ചുവപ്പിനെയാണ് പറയുന്നത്. അരുണാരുണ കൗസുംഭ. ഈ കൗസുംഭ പുഷ്പം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം പൂവാണ്. കടും ചുവപ്പ് നിറത്തിലുള്ളൊരു പൂവാണ് കൗസുംഭ പുഷ്പം. അതിന് പ്രാദേശികമായി പല പേരുകളുണ്ട്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടി, അതായത് അത്ര കൗസുംഭ പുഷ്പത്തിൻ്റെ ശോഭയോളം പോകുന്ന, അങ്ങനെ പ്രകാശിക്കുന്ന ചുവപ്പ് നിറമുള്ള ഭാസ്വത് കടീതടി പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു അരക്കെട്ടിൻ്റെ ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ദേവിയുടെ അരക്കെട്ടിൽ അത്രത്തോളം ഭംഗിയുള്ള ചുവന്ന വസ്ത്രം ചുറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത എന്നും പറയുന്നുണ്ട്. രത്നകിങ്കിണി, രത്നം കൊണ്ട് നിർമ്മിച്ച കിങ്കിണികാരമ്യം എന്ന് വെച്ചാൽ, കിങ്കിണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണികളാണ്. നമ്മൾ കിങ്കിണി മണ്ഡിതം ത്വാം എന്ന് നാരായണീയത്തിൽ പറയുന്നില്ലേ, ഭഗവാന്റെ വർണ്ണയിൽ നമ്മൾ പറയുന്നുണ്ട്. കിങ്കിണി എന്ന് പറയുമ്പോൾ മണികളെ തൂങ്ങിക്കിടക്കുന്നതിനാണ്. അപ്പം ഇവിടെ കിങ്കിണികൾ, രത്നകിങ്കിണികാരമ്യ രശനാദാമം. അപ്പം അരക്കെട്ടിൽ ചുറ്റുന്ന കയർ ഏതാ? അരഞ്ഞാണം അല്ലേ. അപ്പം മണികൾ തൂങ്ങിക്കിടക്കുന്ന അരഞ്ഞാണം ആണ് ദേവി ഇട്ടിരിക്കുന്നത്. അത് ഈ വസ്ത്രത്തിൻ്റെ മുകളിലായി ചുറ്റി വെച്ചിട്ടുണ്ട്.
രത്നകിങ്കിണികാരമ്യ രശനാധാമഭൂഷിത. രശനാധാമം ധരിച്ചവളാണ്, അതായത് രത്നം കൊണ്ട് നിർമ്മിച്ച മണികൾ തൂങ്ങിക്കിടക്കുന്ന അരഞ്ഞാണം ധരിച്ചവൾ എന്നുള്ളതാണ് ഈ ഒരു നാമത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 നാമത്തിലൂടെ ദേവിയുടെ അരക്കെട്ടിനെ അത്രത്തോളം ഭംഗിയായിട്ടാണ് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ദേവിയുടെ ഈ രൂപം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരണം.